സൗജന്യ യാത്ര ആവശ്യപ്പെട്ട് ഭിന്നശേഷി സംഘടനകൾ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യവുമായി സംഘടനകളും രംഗത്തെത്തുന്നത്. പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശന് നിവേദനവും നൽകി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർക്ക് നിലവിൽ ഒരു പാസ് ലഭ്യമാകുന്നത്. പാസിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കുടുംബ വാർഷിക വരുമാനം 20,000 രൂപയിൽ താഴെയുള്ള ആൾക്കാർക്കുള്ള ഒരു പാസ് കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇനി കുറച്ച് പുരുഷന്മാരെ ആൾക്കാർ പ്രയാസപ്പെടുന്ന മാനസിക വൈകല്യമുള്ള ആൾക്കാർ, അതേപോലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, ഭിന്നശേഷിക്കാരായ ആൾക്കാർ, അവരുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് ഇതേപോലുള്ള സൗകര്യം ലഭിക്കണം. ഭിന്നശേഷിക്കാരെ എല്ലാവർക്കും അതുകൂടി കിട്ടിയാൽ എന്തായാലും ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളത് ഇത് നമ്മുടെ അടുത്തുണ്ട്, പ്രതീക്ഷ നമ്മുടെ അടുത്തുണ്ട്. വിവിധ MLA എടുത്തു, അതേപോലെ നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശരത്ത് ചേരുന്നു. ശരത്ത്, ഭിന്നശേഷിക്കാരായ സംഘടനകളുടെ ആവശ്യം ന്യായമാണ്. ബജറ്റിൽ മുഖ്യമന്ത്രി ഈ ലിസ്റ്റിൽ അവരെ കൂടി ഉൾപ്പെടുത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടല്ലേ? റോഷ്നി, തീർച്ചയായും. അതായത് നിലവിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാരും കൂടി രംഗത്തെത്തിയത്. അതായത് ഭിന്നശേഷിക്കാരിൽ 100% കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റുള്ളവർക്ക് കൂടി പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഭിന്നശേഷി സംഘടനാ ആളുകൾക്ക് തന്നെ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് അടുത്ത ബജറ്റിൽ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഭിന്നശേഷി സംഘടനയുടെ ആളുകളൊക്കെ. ശരി, ശരത്ത് ആണ് ഭിന്നശേഷി സംഘടനകളുടെ ആവശ്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.